ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ ഉത്തർപ്രദേശിന്റെ ഭാഗമായി വരുന്ന കോസല രാജ്യം മുൻപ് പസൈനദി രാജാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ ആ പ്രദേശത്ത് മഹാക്രൂരനും നരഘാതകനുമായ ഒരു തസ്കരൻ എത്തിച്ചേരുകയും അവിടം തന്റെ വികാര രംഗമാക്കി തീർക്കുകയും ചെയ്തു. യാതൊരു മനസാക്ഷിയും കാണിക്കാതെ അയാൾ വഴിയാത്രക്കാരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും തന്റെ കൊലക്കത്തിക്ക് ഇരയാക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ താൻ കൊല ചെയ്യുന്ന ഓരോ ഇരയുടെയും ഒരു കൈവിരൽ അയാൾ ഛേദിച്ചെടുക്കുകയും അവയെല്ലാം കോർത്ത് ഒരു മാലയായി തന്റെ കഴുത്തിൽ അണിയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വിരൽമാല കഴുത്തിൽ അണിഞ്ഞിരുന്നത് കൊണ്ട് അയാൾ അങ്കുലിമാലൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവന്റെ ദൃഷ്ടിയിൽപ്പെടാതെ ജനങ്ങളെല്ലാം ഭയചകിതരായാണ് കഴിഞ്ഞിരുന്നത്. അയാളുടെ വിഹാര രംഗം വഴിയാത്രക്കാർ ആരുമില്ലാതെ നിർജ്ജന പ്രദേശമായി മാറി. ഒരു ദിവസം ശ്രീബുദ്ധൻ ശ്രാവസ്തിയിലെ തന്റെ ഭിക്ഷാടനത്തിന് ശേഷം അങ്കുലിമാലന്റെ വിഹാര രംഗമായ പ്രദേശത്തേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുവാൻ ആരംഭിച്ചു. ആ വഴി സഞ്ചരിക്കരുത്, അപകടമാണ് എന്ന് എല്ലാവരും ശ്രീബുദ്ധന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അവരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ശ്രീബുദ്ധൻ നിശബ്ദനായി ആ വഴി യാത്ര തുടർന്നു. അന്ന് രാവിലെ മുതൽ വഴിയാത്രക്കാരെ പ്രതീക്ഷിച്ചിരുന്ന അങ്കുലിമാലൻ വളരെ ദൂരെ നിന്നും ഒരു സന്യാസി ഏകനായി നടന്നു വരുന്നത് കണ്ടു. അയാൾ ആ സന്യാസിയെ കൊല്ലുവാനായി കാട്ടിൽ നിന്നും ആയുധങ്ങളുമായി ചാടി വീണ് ആ സന്യാസിയുടെ പിറകെ ഓടി. പക്ഷെ എത്ര ഓടിയിട്ടും അയാൾക്ക് സന്യാസിയുടെ ഒപ്പമെത്തുവാൻ സാധിക്കുന്നില്ല. എത്ര വേഗം കൂട്ടിയിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് ശ്രീബുദ്ധനെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. ശ്രീബുദ്ധൻ അവിടെ നിന്ന് അയാളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സംഭാഷണം മൂലം മാനസാന്തരപ്പെട്ട അങ്കുലിമാലൻ തന്റെ ആയുധങ്ങൾ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ ശ്രീബുദ്ധന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അന്നു മുതൽ ശ്രീബുദ്ധന്റെ ശിഷ്യനായി തീർന്ന അദ്ദേഹം തല മുണ്ടനം ചെയ്ത് കാഷായ വേഷം ധരിച്ച് ശ്രീബുദ്ധനോടൊപ്പം യാത്ര തിരിച്ചു. ബുദ്ധഭിക്ഷുവിന്റെ ജീവിതചര്യ സ്വീകരിച്ച അങ്കുലിമാലൻ ആത്മീയ പുരോഗതി കൈവരിച്ചു. നിരന്തര ധ്യാനത്തിലേർപ്പെട്ട് പൂർണ്ണ ജ്ഞാനോദയം നേടിയെടുത്തു. ഒരു ദിവസം അയാൾ ശ്രാവസ്തിയിൽ ബുദ്ധഭിക്ഷുവിന്റെ ഭിക്ഷാടനം നടത്തുന്നതിനിടയിൽ മുൻപ് അങ്കുലിമാലന്റെ ക്രൂരതകൾക്കിരയായ ചിലർ അയാളെ തിരിച്ചറിഞ്ഞു. അവർ അദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. കാഷായ വസ്ത്രം വലിച്ചു കീറി ഭിക്ഷാടന പാത്രം തല്ലി തകർത്തു. പിച്ചിച്ചേന്തിയ കാഷായ വസ്ത്രധാരിയായി ഉടഞ്ഞ ഭിക്ഷാപാത്രവുമായി ശരീരമാകെ രക്തം ഒലിപ്പിച്ചുകൊണ്ട് വളരെ വിഷമത്തോടെ അദ്ദേഹം ബുദ്ധസന്നിധിയിൽ മടങ്ങിയെത്തി. ശ്രീബുദ്ധൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, ശ്രേഷ്ഠ ഭിക്ഷുവെ, സഹിച്ചാലും സ്വന്തം കർമ്മഫലങ്ങളാണ് താങ്കൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലതവണ പുനർജന്മമെടുത്ത് താങ്കൾ അനുഭവിച്ചു തീർക്കേണ്ടിയിരുന്ന കർമ്മഫലങ്ങളാണ് ഈ ദുരിതത്തിലൂടെ താങ്കൾക്ക് ഒഴിവായി കിട്ടിയത്. ആ പ്രബോധനം അങ്കുലിമാലന് സമാധാനമേകി. ലോ ഓഫ് കർമ്മ, ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. പ്രകൃതി നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ ഒരു മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ വരികളാണിവ. നാം ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം നാം അനുഭവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ഈ വരികളിലൂടെ സ്പഷ്ടമായി നമുക്ക് വ്യക്തമാക്കി തരുന്നു. ലോ ഓഫ് കർമ്മ പറയുന്നതും അതുതന്നെയാണ്. നമ്മുടെയൊക്കെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇവയുടെയൊക്കെ ഫലങ്ങൾ നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. നല്ല ചിന്തകളുടെ, നല്ല വാക്കുകളുടെ, നല്ല പ്രവൃത്തികളുടെ ഉടമസ്ഥർക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങളും ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് അവയുടെ അനന്തരഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരിതങ്ങൾ, സഫറിങ്സ് ഒക്കെ ഉണ്ടാകുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ കർമ്മഫലം. ദോഷകരമായ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ തുടങ്ങിയവയിൽ ഏർപ്പെടുന്നവർക്ക് അവയുടെ ഫലമായി തങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. രണ്ട്, ഒരു തിന്മയും ചെയ്യാത്തവർക്കും തങ്ങളുടെ ജീവിതത്തിൽ ചില സഫറിങ്സ്, ദുരിതങ്ങൾ, സഹനങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ സോളിന് എന്തെങ്കിലും കർമ്മബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറ്റിയെടുത്ത് നമ്മുടെ സോളിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി നാം ചില സഹനങ്ങൾ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അവയിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. നാം അവയൊക്കെ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ അവയിലൂടെ നമ്മുടെ സോൾ പ്യൂരിഫൈ ചെയ്യപ്പെടുകയാണ്. അതിന് മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒഴിവാക്കാനാകാത്തത് സ്വീകരിക്കുക, ഒഴിവാക്കുവാൻ പറ്റുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ കർമ്മഫലം മൂലമുള്ള സഫറിങ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതിന് എന്ത് ചെയ്യണം?
നല്ല കർമ്മങ്ങൾ ചെയ്യുക. നമ്മുടെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിലൊക്കെ നന്മയുള്ളവരായി തീരുക. മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക. കഴിയുന്നതും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ, സേവനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ചെയ്യാവുന്ന ഒരു നന്മ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതും തിന്മയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തകർച്ചകൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും തകർച്ചകൾക്കുള്ള വഴിമരുന്നിട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലായ്പ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ജീവിതത്തിൽ നന്മയുള്ള, സന്തോഷം പകരുന്ന നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.